ഹരപ്പൻ സംസ്കാരത്തെ സിന്ധു സരസ്വതി നാഗരികത എന്ന് വിശേഷിപ്പിച്ച NCERT പാഠപുസ്തകം 6ാം ക്ലാസ്സിലെ പുതിയ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലാണ് സിന്ധു നദീതട സംസ്കാരത്തെ ഹിന്ദു ദൈവത്തോട് ഉപമിച്ചിട്ടുള്ളത്. പാഠപുസ്തകത്തിന്റെ 5ാം അധ്യായത്തിൽ ഭാരത് എന്ന വാക്കിന്റെ ഉത്ഭവത്തെപ്പറ്റിയും വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിന് അനുസൃതമായി പുറത്തിറക്കിയ 6ാം ക്ലാസ് സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകമായ എക്സ്പ്ലോറിംഗ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് ബിയോണ്ടിലാണ് ഹാരപ്പൻ സംസ്കാരത്തെ സരസ്വതി നദിയെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ സരസ്വതി നദിയെക്കുറിച്ചുള്ള ഒന്നിലധികം പരാമർശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഠപുസ്തകത്തിന്റെ 5ാം അധ്യായത്തിൽ ഭാരത് എന്ന വാക്കിന്റെ ഉത്ഭവത്തെപ്പറ്റിയും വിശദമായി പരാമർശിച്ചു. നിലവിലെ അക്കാദമിക് സെഷൻ മുതൽ സ്കൂളുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് പാഠപുസ്തകം പുറത്തിറക്കിയത്. നേരത്തെ ചരിത്രത്തിനും രാഷ്ട്രതന്ത്രത്തിനും ഭൂമിശാസ്ത്രത്തിനും വെവ്വേറെ പാഠപുസ്തകങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ നിലവിലത് സാമൂഹ്യശാസ്ത്രത്തിന്റെ ഏക പാഠപുസ്തകമായി മാറ്റി. നിരവധി സംസ്കൃത പദങ്ങൾ ഉൾപ്പെടുത്തിയാണ് പുസ്തകം പരിഷ്കരിച്ചിട്ടുള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ചാൻസലർ MC പന്ത് ചെയർമാനായുള്ള 19 അംഗ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് പുതിയ പാഠപുസ്തകങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് ആഭ്യന്തര വിഷയങ്ങൾ, ശാസ്ത്രം, കലകൾ, കരകൗശലങ്ങൾ, കായികം എന്നിവയിലുടനീളമുള്ള ഗോത്രവർഗ പ്രാദേശിക വിഭാഗങ്ങൾക്കിടയിലുള്ള ജ്ഞാനത്തെ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മാറ്റമെന്നാണ് പാഠപുസ്തക സമിതിയുടെ ന്യായീകരണം. അതേസമയം NCERT പാഠപുസ്തകത്തിൽ നിന്നും ബാബറി മസ്ജിദ് ഒഴിവാക്കിയതും വിവാദമായിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.